ശമനമില്ലാത്ത മഴയിൽ പൊന്നാനിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിയത് 83 കുടുംബങ്ങൾ. രണ്ടിടങ്ങളിലായാണ് പൊന്നാനിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്കൊപ്പം ഭാരതപ്പുഴ കരകവിയുകയും ചെയ്തതോടെയാണ് നിരവധി കുടുംബങ്ങൾ വീടൊഴിയേണ്ടി വന്നത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ പുഴവെള്ളം ജനവാസ മേഖലയിലേക്ക് കുത്തിയൊലിച്ചു വന്നതോടെയാണ് ഈശ്വരമംഗലം ഭാഗത്തെ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയത്. പൊന്നാനി ISS ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ 81 കുടുംബങ്ങളിൽ നിന്നുള്ള 77 പുരുഷന്മാരും 94 സ്ത്രീകളും 73 കുട്ടികളും ഉൾപ്പെടെ 244 പേരാണുള്ളത്. കനത്ത കാലവർഷത്തെ തുടർന്ന് പൊന്നാനി നഗരസഭ പരിധിക്കകത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ രണ്ടെണ്ണം തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. MES ഹയർ സെക്കൻഡറി സ്കൂളിലും ISS ഹയർ സെക്കൻഡറി സ്കൂളിലും ഭാരതപ്പുഴ കരകവിഞ്ഞ് ഒഴുകിയതിൻ്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിലെ 9-10 വാർഡുകളിലുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയത് മൂലം നമ്മുടെ ക്യാമ്പിൽ ഏതാണ്ട് 241 പേരാണ് ഇപ്പോൾ ക്യാമ്പിലെത്തിയിട്ടുള്ളത്. MES കോളേജിലെ ക്യാമ്പിൽ 2 കുടുംബങ്ങളിലായി 3 പേര് കൂടിയിട്ടുണ്ട്. അങ്ങനെ 244 പേരാണ് മൊത്തം നമ്മുടെ ക്യാമ്പുകളിൽ ഉള്ളത്. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്ന് പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ 2 കുടുംബങ്ങളിൽ നിന്നുള്ള 3 പേരുമുണ്ട്. ക്യാമ്പിലുള്ളവർക്ക് പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും മെഡിക്കൽ സഹായവും നൽകുന്നുണ്ട്. ബുധനാഴ്ച രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്തതോടെ പുഴയോരവാസികളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരിക്കുകയാണ്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായം എത്തിക്കുന്നുണ്ട്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു കഴിയും. നമ്മുടെ മഴ ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടായിക്കഴിഞ്ഞാൽ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വീടുകളിലെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള അവരുടെ സാധനങ്ങൾ ഉപയോഗശൂന്യമാകുന്ന സാഹചര്യം നിലവിലുണ്ട്. പരമാവധി ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ക്ലീനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും നമ്മൾ ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. NCV ന്യൂസ് പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.